ഭാഷാപോഷിണിയിൽ നിന്ന് കാപ്പി കുടിക്കുന്ന സാഹിത്യം. കവിതയുടെ ചിലസ്വരൂപം നെരൂദയാണ്. നെരൂദയ്ക്കാണെങ്കിൽ പ്രണയത്തിൻ്റെ പാനീയം കാപ്പിയാണ്. നെരൂദയുടെയും സ്പാനിഷ് ചിത്രകാരൻ പിക്കാസോയുടെയും പേരിൻ്റെ ആദ്യ ഭാഗം ഒന്നാണ്. പാബ്ലോ നെരൂദ, പാബ്ലോ പിക്കാസോ രണ്ടുപേരും കാപ്പി പങ്കുവെച്ചുകൊണ്ടാണ് കാമുകിയോട് പ്രണയം പറഞ്ഞത്. കോഫി നെരൂദ എന്നൊരു കാപ്പി ബ്രാൻഡ് തന്നെ ചിലിയിലുണ്ട്. പ്രണയം വിരുന്നത് കോഫി ഹൗസിലാണെന്ന് നെരൂദ എഴുതിയിട്ടുണ്ട്. വീണുടയുന്നത്. ഫ്രഞ്ച് എഴുത്തുകാരൻ ബാൽസാക്ക് അറിയപ്പെടുന്ന കാപ്പി കുടിയനായിരുന്നു. ദിവസം 50 കപ്പ് കാപ്പി വരെയൊക്കെയാണ് കക്ഷി കുടിച്ചിരുന്നത്. ഏണസ്റ്റ് ഹെമിംഗ്വേയും ചാൾസ് ഡിക്കൻസും ഇതേ രീതിയിൽ നല്ല കുടിയന്മാരായിരുന്നു. ഹെമിംഗ്വേയുടെ പ്രിയം കട്ടൻ കാപ്പിയായിരുന്നു. ഫ്രഞ്ച് ചിന്തകനും എഴുത്തുകാരനുമായിരുന്ന വോൾട്ടയർ ചോക്ലേറ്റ് ചേർത്ത കാപ്പിയായിരുന്നു കുടിച്ചിരുന്നത്. ലോകത്തെ ആദ്യത്തെ കോഫി ഹൗസ് തുടങ്ങിയത് കോൺസ്റ്റന്റൈൻ നേപ്പാളിലാണെന്നാണ് ചരിത്രം.